സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാർഡ് വിഭജനത്തിന് പിന്നാലെ നടക്കേണ്ടിയിരുന്ന കെട്ടിട നമ്പർ മാറ്റം അല്പം വൈകി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഈ മാസം തന്നെ, അതായത് ജനുവരി പൂർത്തിയാകും മുൻപ് തന്നെ നമ്പർ മാറ്റം നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വീടുകളും വാണിജ്യ കെട്ടിടങ്ങളും അടക്കം 1.5 കോടിയിലേറെ കെട്ടിടങ്ങളുടെ നമ്പറുകളാണ് മാറ്റേണ്ടതായി വരുന്നത്. കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി കോർപ്പറേഷനുകളും നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളുമാണ് നമ്പർ മാറ്റത്തിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടത്. വാർഡ് നമ്പരും കെട്ടിട നമ്പരും സൂചിപ്പിക്കുന്ന 2 ഭാഗങ്ങളായിട്ടായിരിക്കും നമ്പർ പതിച്ചു നൽകുക. കേരളത്തിലാകെ വീടുകളും അപ്പാർട്ട്മെന്റുകളും ഫ്ളാറ്റുകളുമായി താമസ കെട്ടിടങ്ങളുടെ ഇനത്തിൽ 1.10 കോടി കെട്ടിടങ്ങളുണ്ട്. അതായത് 1,10,00,000 കെട്ടിടങ്ങളുണ്ട്. 46 ലക്ഷം വാണിജ്യ കെട്ടിടങ്ങളും ഉണ്ടെന്നാണ് കണക്ക്. വാർഡ് വിഭജനത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടക്കേണ്ടതായിരുന്നു നമ്പർ മാറ്റം. ഇതാണ് അല്പം വൈകി നടപ്പാക്കാൻ പോകുന്നത്. തദ്ദേശ വകുപ്പിന്റെ സേവനങ്ങൾ നൽകുന്ന കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നമ്പർ ക്രമീകരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതത് കോർപ്പറേഷനുകളും നഗരസഭകളും പഞ്ചായത്തുകളും ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഇത് നടപ്പാക്കണം. വാർഡ് നമ്പരും കെട്ടിട നമ്പരും സൂചിപ്പിക്കുന്ന 2 ഭാഗങ്ങളായിട്ടായിരിക്കും നമ്പർ പതിച്ചു നൽകുക എന്ന് നേരത്തെ പറഞ്ഞു. ഉദാഹരണത്തിന്, 1-ാം വാർഡിലെ 1-ാം നമ്പർ കെട്ടിടമാണ് എങ്കിൽ അത് സൂചിപ്പിക്കുന്ന തരത്തിൽ 1/1 എന്ന മാതൃകയിലാണ് കെട്ടിട നമ്പറുകൾ നൽകുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗം വാർഡിനെയും അടുത്ത ഭാഗം കെട്ടിട നമ്പറിനെയുമാണ് സൂചിപ്പിക്കുന്നത്. കെട്ടിട നമ്പർ മാറുന്നതോടെ വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകളിലും മാറ്റങ്ങൾ വേണ്ടിവരും. വാണിജ്യ കെട്ടിടങ്ങളുടെ ഉടമകളാകട്ടെ 1-ലധികം രേഖകളാണ് മാറ്റേണ്ടി വരുന്നത്. മുൻപ് പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ കെട്ടിട നമ്പറിന്റെ അവസാനം A-B-C എന്നിങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നൽകിയിരുന്നു. അത് ഒഴിവാക്കാനായി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായി ചില ഡോർ നമ്പറുകൾ അഥവാ കെട്ടിട നമ്പറുകൾ റിസർവ് ചെയ്യാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1.5 കോടിയിലധികം കെട്ടിടങ്ങളുടെ നമ്പറുകളാണ് മാറ്റുന്നത്. ഇത് പൊതുജനങ്ങളുടെ വ്യക്തിഗത തിരിച്ചറിയൽ സംവിധാനങ്ങളെ വരെ മാറ്റും. റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ വീടുകളിലും മറ്റും താമസിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ മാറ്റേണ്ടതായി വരും. റെസിഡൻഷ്യൽ അല്ലാത്ത വാണിജ്യ കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് ലൈസൻസിനും മറ്റുമായി 1-ലധികം രേഖകളിൽ മാറ്റം അനിവാര്യമായി വരും. കെട്ടിട നമ്പർ ഇടയ്ക്ക് മാറ്റേണ്ടി വരുന്നത് ഒഴിവാക്കാൻ ഡിജിപിൻ പോലുള്ള നടപടികൾ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതും നടപ്പാക്കാനായിരുന്നില്ല. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭൂപ്രദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്പറുകൾ നൽകുന്ന നടപടിക്രമം. ഓരോ വാർഡിലെയും ഭൂപ്രദേശങ്ങൾ കൃത്യമായി തന്നെ കെ സ്മാർട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂപ്രദേശങ്ങളിലെ ആകെ കെട്ടിടങ്ങൾ ആദ്യം കണക്കാക്കും. തുടർന്ന് കെട്ടിടങ്ങളെ അതത് വാർഡുകളിലേക്ക് മാറ്റുകയും 1 മുതൽ ക്രമമായി നമ്പർ നൽകുകയുമാണ് ചെയ്യുക. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാറ്റം വരുന്നത്, അത് നമ്മളെ ഏത് രീതിയിൽ ബാധിക്കും എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നേരത്തെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 3 നില വരെയുള്ള വീടുകൾക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റം നിലവിൽ വന്നത് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. ചോർച്ച തടയാനും തുണി ഉണക്കാനുമായി വീടിന് മുകളിൽ ഷീറ്റ്, ഓട് എന്നിവ കൊണ്ടുള്ള റൂഫിംഗ് പണിയാൻ തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി വേണ്ട എന്നതായിരുന്നു ഇതിൽ പ്രധാനം. 3 നില വരെയുള്ള വീടുകൾക്കാണ് അന്ന് ഇളവ് നൽകിയത്. അതേസമയം ടെറസിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം 2.4 മീറ്ററിൽ കൂടരുത്. 300 ചതുരശ്ര മീറ്റർ വരുന്ന താമസ കെട്ടിടങ്ങൾക്ക് പിൻവശത്തും മുൻവശത്തും പരമാവധി 15 ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയിൽ റോഡിൽ നിന്നും ചുരുങ്ങിയത് 60 സെന്റിമീറ്റർ ദൂരം പാലിച്ച് ഷീറ്റ് റൂഫിംഗ് നിർമ്മിക്കുന്നതും അനുവദനീയമാക്കിയിരുന്നു. കൂടാതെ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്ന കെട്ടിടങ്ങളുടെ ഗണത്തിൽ കൂടുതൽ കെട്ടിടങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. നിലവിൽ 300 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ളതും 2 നില വരെയുള്ളതും 7 മീറ്റർ ഉയരവുമുള്ള വീടുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ നിന്ന് ഉയരത്തിന്റെ പരിധി ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇതോടെ ഇനി മുതൽ ഉയരം പരിഗണിക്കാതെ തന്നെ 2 നില വരെയുള്ള 300 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അധികരിക്കാത്ത എല്ലാ കെട്ടിടങ്ങൾക്കും ഉദ്യോഗസ്ഥ ഇടപെടലോ പരിശോധനകളോ ഇല്ലാതെ തത്സമയം അനുമതി ലഭിക്കുകയാണ്. ഇതുവഴി ഏകദേശം 80% വീടുകൾക്കും അപേക്ഷ സമർപ്പിച്ചാലുടൻ നിർമ്മാണാനുമതി ലഭിക്കുകയാണ്.